അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുകളുടെ ഒരു കേസിലും കോടതിയിൽ കുറ്റപത്രം നൽകിയിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ശശിധരൻ ഹൈക്കോടതിയിൽ പറഞ്ഞു. 8 കേസുകളിൽ പ്രതികളുടെ ഇടപെടൽ കണ്ടെത്തിയിട്ടുണ്ട്. പുൽപ്പള്ളി റാന്നി കേസുകളിൽ അന്വേഷണം പൂർത്തിയായി. പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിനോട് അനുമതി തേടിയെന്നും SP അറിയിച്ചു. പ്രോസിക്യൂഷൻ അനുമതി അടുത്ത മാസം പരിഗണിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ പോലീസ് സേനാ മെഡലുകൾ പ്രഖ്യാപിച്ചു. വിവിധ സേനകളിലെ 1057 പേരാണ് ധീരതയ്ക്കും സേവനത്തിനുമായുള്ള പുരസ്കാരത്തിന് അർഹരായത്. കേരളത്തിൽ നിന്ന് IG രാജ്പാൽ മീണ, SP-മാരായ ശശിധരൻ, ശങ്കരൻ, ബിനു R. പിള്ള, ഉജ്വൽ കുമാർ G, DYSP-മാരായ VR രവികുമാർ, സുരേഷ് ബാബു, SIS-L ജ്യോതിഷ് കുമാർ എന്നിവരും, ഫയർ സർവീസിൽ നിന്ന് രാജേന്ദ്രൻ നായർ, സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവരും, ജയിൽ സർവീസിൽ നിന്ന് സുനിൽ കുമാർ, MK മോഹൻദാസ് എന്നിവരും രാഷ്ട്രപതിയുടെ മെഡൽ നേടി. സംസ്ഥാനത്തിന്റെ അധികാരാവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസാക്കിയ മൈൻസ് ആൻഡ് മിനറൽസ് ഭേദഗതി ബില്ലിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബില്ല് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറൽ തത്വങ്ങളെ പൂർണ്ണമായും കാറ്റിൽ പറത്തുന്നതും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസിന് 40 ചോദ്യങ്ങളുള്ള ചോദ്യാവലി കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. രാജ്യത്ത് ആദ്യമായി സെൻസസിൽ ജാതി വിവരങ്ങൾ ശേഖരിക്കും. ബാങ്ക് അക്കൗണ്ടുകൾ, ഡിജിറ്റൽ സാക്ഷരത, കോവിഡ് വാക്സിനേഷൻ എടുത്ത സ്ഥലം തുടങ്ങിയ വിവരങ്ങളും ചോദ്യാവലിയിൽ ആരായുന്നുണ്ട്. കണ്ണമൂല വിഷ്ണു വധക്കേസിൽ 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ജീവപര്യന്തം തടവിന് പുറമെ വിവിധ വകുപ്പുകൾ പ്രകാരം പ്രതികൾ 20 വർഷം കഠിന തടവ് കൂടി അനുഭവിക്കണം. പ്രതികൾ 1,75,000 രൂപ വീതം പിഴയൊടുക്കണമെന്നും നെടുമങ്ങാട് SC/ST പ്രത്യേക കോടതി വിധിച്ചു. 12 പ്രതികളിൽ ആദ്യ 7 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 3 വർഷം മുൻപ് നടന്ന താനൂർ കസ്റ്റഡി കൊലപാതകത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ബ്ലോഗർ താമിർ ജിഫ്രിയെ പുലർച്ചെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും അവശനായ ഇയാളെ തിരികെ ചുമന്നുകൊണ്ടുപോകുന്നതുമാണ് ദൃശ്യത്തിലുള്ളത്. കേസ് അന്വേഷിക്കുന്ന CBI ആണ് താമിർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രിക്ക് ദൃശ്യം നൽകിയത്. വാഹന മോഡിഫിക്കേഷൻ എത്രത്തോളം അനുവദിക്കാമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അടുത്ത മാസം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. മോട്ടോർ വാഹന വകുപ്പ് ഗൂഗിൾ ഫോമിലൂടെ നടത്തിയ സർവേയിൽ 17,000 പേരുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചു. മോഡിഫിക്കേഷൻ അനുവദിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പേരൂർക്കടയിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാനാവുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കേന്ദ്രത്തിൽ നിന്നുള്ള 450 കോടി ഉറപ്പാക്കാനാണ് PMAY പദ്ധതിയിൽ ഒപ്പുവച്ചതെന്ന് UDF സർക്കാരിന്റെ വിശദീകരണം. വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കണമെന്ന നിർദ്ദേശമില്ല. എന്നാൽ PMAY ബ്രാൻഡിംഗ് ഉണ്ടാകുമെന്നും സർക്കാർ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി ആദ്യ 4 മാസം കൊണ്ട് ഈ സാമ്പത്തിക വർഷത്തേക്ക് ബജറ്റ് പ്രതീക്ഷിച്ചതിന്റെ പകുതിയോളമായി. 16,862.59 കോടി രൂപയാണ് ജൂലൈ വരെയുള്ള റവന്യൂ കമ്മിയെന്നാണ് AGയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 35,355.3 കോടി രൂപയാണ് പുതുക്കിയ ബജറ്റിലെ റവന്യൂ കമ്മി. റവന്യൂ വരുമാനം ആദ്യ 4 മാസം 44,267.52 കോടിയാണ്. നികുതി വരുമാനം 37,459.66 കോടിയാണ്. മുൻവർഷത്തെ ഇതേ സമയത്തേക്കാൾ 4,662.97 കോടിയുടെ വർധന. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദ്യ 4 മാസം 16,084.72 കോടി രൂപയായിരുന്നു റവന്യൂ കമ്മി.
കൊല്ലം കരുനാഗപ്പള്ളിയിൽ മദ്യത്തിന് കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ അന്വേഷിച്ച് നടപടിയെടുക്കാൻ എക്സൈസ് മന്ത്രി CMDക്ക് നിർദ്ദേശം നൽകി. ബെവ്കോയുടെ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം പരാതിയിൽ അന്വേഷണം നടത്തും. റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കും. ദക്ഷിണ റെയിൽവേ ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 20-ന് ബംഗളൂരു കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ പുറപ്പെടുക. ഓഗസ്റ്റ് 21-ന് കണ്ണൂരിൽ നിന്ന് മടക്കയാത്ര. സ്പെഷ്യൽ ട്രെയിൻ ബുക്കിംഗ് ആരംഭിച്ചു. ഓണത്തിന് യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് 150 പ്രത്യേക KSRTC ബസ് സർവീസുകൾ നടത്തുമെന്ന് കർണാടക ഗതാഗത മന്ത്രി BS ഭൈരതി സുരേഷ്. സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടിരുന്നു. തൃപ്പൂണിത്തുറയിൽ അത്തം ഘോഷയാത്ര നടക്കുന്നതിനാൽ ഞായറാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കടലിലും കരയിലും തിരച്ചിൽ നടത്താൻ ഫിഷറീസ് വകുപ്പിന് ഡ്രോൺ സാങ്കേതിക സംവിധാനം വരുന്നു. ഇതിന്റെ പ്രവർത്തനം മന്ത്രി അബ്ദുൽ ഗഫൂർ വിഴിഞ്ഞത്ത് നേരിൽ കണ്ടു. കടലിൽ 500 മീറ്റർ വരെ ആഴത്തിലും 200 മീറ്റർ ചുറ്റളവിലും തിരച്ചിൽ നടത്താനും 138 കിലോഗ്രാം ഭാരം വരെ ഉയർത്താനും ശേഷിയുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ, കരയിൽ പരിശോധനകൾക്കുള്ള എയർ ഡ്രോൺ എന്നിവയുടെ പ്രവർത്തനമാണ് വിഴിഞ്ഞം IBയിലെ സ്ക്രീനിൽ കണ്ടത്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര അംഗമായ മായ രാഹുലിനെ പിന്തുണയ്ക്കാൻ വിമത കോൺഗ്രസ് കൌൺസിലർമാരും LDF കൌൺസിലർമാരും തീരുമാനിച്ചു. 26 കൌൺസിലർമാരിൽ 17 പേരുടെ പിന്തുണ മായ രാഹുലിന് ലഭിക്കും. ഈ മാസം 19-നാണ് തെരഞ്ഞെടുപ്പ്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ അധിക്ഷേപിച്ച് KB ഗണേഷ് കുമാർ മാപ്പ് പറയണമെന്ന് പത്തനാപുരം താലൂക്ക് യൂണിയൻ. സ്വന്തം പ്രവൃത്തികളുടെ ഫലമായാണ് അദ്ദേഹം തിരസ്കരിക്കപ്പെട്ടതെന്നും യോഗം കുറ്റപ്പെടുത്തി. മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിച്ച് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ കാറിൽ യാത്ര ചെയ്ത സംഭവത്തിൽ ഖേദപ്രകടനം നടത്തി CR മഹേഷ് MLA. തന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ പിഴവ് സംഭവിച്ചതായും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിശാല സംസ്ഥാന സമിതിക്ക് മുന്നോടിയായി നേതൃയോഗം വിളിച്ച് CPM. വിശാല സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കാനാണ് യോഗം. പോലീസുകാർക്കെതിരായ ഭീഷണി പ്രസംഗത്തെ ന്യായീകരിച്ച് CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു. കേസ് കാണിച്ച് വിരട്ടരുതെന്നും പോലീസിനെതിരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുമാണ് KP ഉദയഭാനുവിന്റെ പ്രതികരണം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. തനിക്കെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ച ഹൈദരാബാദിലെ നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിലെ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിക്ക് ഉത്തരവിടാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് എന്തു കാര്യമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. യൂണിവേഴ്സിറ്റി നൽകിയ ഹർജിയിൽ കോടതി ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നോട്ടീസ് അയച്ചു. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകിയ വിജയ് സർക്കാരിന്റെ തീരുമാനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ദുരന്തത്തിനിരയായ കുടുംബങ്ങളെ സഹായിക്കാനുള്ള സർക്കാരിന്റെ നയപരമായ തീരുമാനത്തെ എന്തിന് ചോദ്യം ചെയ്യുന്നുവെന്നാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. VD സവർക്കർക്കെതിരായ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ രജിസ്റ്റർ ചെയ്ത വിദ്വേഷ പ്രസംഗ കേസ് സുപ്രീം കോടതി റദ്ദാക്കി. നടപടിയെടുക്കാൻ UP സർക്കാരിന്റെ മുൻകൂർ അനുമതി ഉണ്ടായിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി. എയർ ഇന്ത്യ വിമാനം ഫുക്കറ്റിൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ആകാശത്ത് വിമാനത്തിന്റെ നിയന്ത്രണം 4 സെക്കൻഡ് നഷ്ടപ്പെട്ടതായി ബ്ലാക്ക് ബോക്സിലെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി. വിമാനത്തിലെ 3 ഹൈഡ്രോളിക് സംവിധാനങ്ങളും ഒരേ സമയം തകരാറിലായതാണ് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണം. പൈലറ്റ് ലഹരി ഉപയോഗിച്ചതിനെ തുടർന്നാണ് വിമാനം അപകടത്തിൽപ്പെട്ടതെന്ന സംശയത്തിനു പിന്നാലെ എയർ ഇന്ത്യ 5000-ലധികം പൈലറ്റുമാരിൽ ലഹരി പരിശോധന നടത്തി. എയർ ഇന്ത്യയ്ക്കൊപ്പം എയർ ഇന്ത്യ എക്സ്പ്രസിലും പരിശോധന തുടങ്ങി. UAEയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘത്തലവൻ വീരേന്ദർ സിംഗ് ബസോയയെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടികൂടി ഇന്ത്യയിലെത്തിച്ചു. 13,000 കോടി രൂപയുടെ മയക്കുമരുന്ന് കടത്തിയ കേസിലെ പ്രധാന ആസൂത്രകനാണ് പിടിയിലായ ബസോയ. ലഹരി മാഫിയകൾക്കെതിരെയുള്ള രാജ്യത്തിന്റെ പോരാട്ടത്തിലെ പുതിയൊരു നാഴികക്കല്ലാണിതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിൽ കുറിച്ചു. സൗദി അറേബ്യയിൽ മുഖ്യമന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചും പ്രമുഖ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് നിർണായക മാറ്റങ്ങൾ വരുത്തിയും സൽമാൻ രാജാവ് ഉത്തരവിട്ടു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്ര നേട്ടവുമായി ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൌളർ മിച്ചൽ സ്റ്റാർക്ക്. ടെസ്റ്റിൽ കൂടുതൽ വിക്കറ്റ് നേടിയ ഇടം കയ്യൻ ബൌളർ എന്ന റെക്കോർഡാണ് മിച്ചൽ സ്റ്റാർക്ക് സ്വന്തമാക്കിയത്.
ബംഗ്ലാദേശിനെതിരായ 1-ാം ടെസ്റ്റിൽ ഷദ്മാൻ ഇസ്ലാമിനെ പുറത്താക്കിയാണ് സ്റ്റാർക്കിന്റെ നേട്ടം. ടെസ്റ്റിൽ സ്റ്റാർക്കിന്റെ 434-ാം വിക്കറ്റാണിത്. 433 വിക്കറ്റ് നേടിയ ശ്രീലങ്കൻ സ്പിന്നർ രംഗന ഹെറാത്തിന്റെ റെക്കോർഡാണ് സ്റ്റാർക്ക് മറികടന്നത്. ഇതോടെ സ്റ്റാർക്ക് വിക്കറ്റ് വേട്ടയിൽ കപിൽ ദേവിനൊപ്പമെത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.